നമസ്കാരം. നമ്മുടെ പ്ലസ് ടുവിൻ്റെ ക്രിസ്മസ് എക്സാം 2 ദിവസം മുമ്പായിരുന്നു കഴിഞ്ഞത്. അന്ന് നമ്മൾ അതിൻ്റെ റിവ്യൂ ഇട്ടിരുന്നു. പല കുട്ടികളും ഫെയിൽ ആവുമെന്ന് അന്നേരം തന്നെ പറഞ്ഞിരുന്നു. പിന്നെ അവിടെ ഇവിടെയൊക്കെ ചില കുട്ടികൾക്ക് മാത്രം വലിയ ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. അത് നമുക്കത് കാര്യമാക്കേണ്ടതെന്നുള്ളതല്ല. എന്നാലും ജനറലി നോക്കുമ്പോൾ മിക്ക കുട്ടികളും നല്ല ടഫായിട്ട് തന്നെയാണ് ആ എക്സാമിനെ കണ്ടത്. പക്ഷെ അത് കണ്ട് അവര് എന്ത് ചെയ്യും, മീൻസ് പബ്ലിക് എക്സാമിന് അങ്ങനെ ആകുമോ എന്നുള്ളൊരു പേടി അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അവരുടെ മനസ്സിൽ ഇത്രയും നാളും ഉണ്ടായിരുന്ന ഒരു മാത്സ് എക്സാം അല്ല നടന്നത്. അപ്പൊ അതിന്റെ പേരിൽ തന്നെ അവർക്ക് വളരെ ഒരു പേടി ഇനി ഉണ്ട്. അത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഉടൻ തന്നെ അത് പറയാം. ഇനിയിപ്പോൾ നമ്മുടെ +1 എക്സാം ഇപ്പോൾ കഴിഞ്ഞു. ഞാനിപ്പോൾ പറയുന്നത് +2 ചേട്ടനാണ് +1 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ രീതിയിൽ കൂടെ വരുമ്പോൾ ഇവർക്ക് ഒന്നുമേ പരിചയമായിട്ടില്ല. +1 എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് ജസ്റ്റ് ഇങ്ങോട്ട് പാസ്സായി വന്ന് ഓണ എക്സാം സ്കൂളിൽ നിന്ന് നടത്തി പഠിച്ച ക്വസ്റ്റ്യൻസുകൾ, സ്കൂളിൽ പഠിപ്പിച്ച ക്വസ്റ്റ്യൻസുകൾ അതേപടി ഇട്ടിട്ട് തന്നെ പല കുട്ടികൾക്കും വലിയ മാർക്കില്ല. അതിന്റെ പുറത്താണ് ഒരു പബ്ലിക് എക്സാം മോഡലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. പക്ഷെ അതിനുള്ളിലുള്ള ക്വസ്റ്റ്യൻസുകൾ ഇതുവരെ പബ്ലിക് എക്സാമിന് വരാത്ത രീതിക്കുള്ള ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. ഞാനൊക്കെ 10-25 വർഷമായിട്ട് ഇതിനകത്തുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള നമുക്കറിയാം. പക്ഷെ ഇത് നമ്മുടെ ഇപ്പോഴത്തെ +1 കുട്ടികൾക്ക് എത്ര പേർക്കറിയാം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളെ കുറിച്ച്? അവര് പഠിച്ചേക്കുന്നത് എങ്ങനെയാണ്? ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ അത്യാവശ്യമൊക്കെ പഠിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതാം എന്നുള്ള മനോഭാവത്തിലാണ് പോയത്. അവരെ നമ്മൾ കുറ്റം പറയുന്നതേ ഇല്ല. ഇതിനാരെ കുറ്റം പറയണമെന്നുള്ളതും എനിക്കറിയില്ല. കാരണം ആരെ കുറ്റം പറയാനാ? ക്വസ്റ്റ്യൻ ഇട്ടവരെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയും നമുക്ക് കുട്ടികൾക്ക് നന്നായിട്ട് പഠിക്കണ്ടേ, ഇനിയിപ്പോ പഴയ പോലെ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ? ശരിയാ, പഴയ പോലുള്ള രീതിയിൽ കൂടെ പഠിച്ചത് കൊണ്ട് നമുക്ക് ഈ +2 എക്സാം പാസ്സാവാം എന്നല്ല, അല്ലാതെ ഒരു നാഷണൽ ലെവലിലുള്ള ഒരു എക്സാമിന് നമ്മുടെ കുട്ടികൾക്ക് എത്താൻ പറ്റുന്നില്ല. സത്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ എന്തായാലും ഇത് പക്ഷെ +1 കുട്ടികൾക്ക് അടി പറ്റിയതുപോലെ, ഒരു അടി ഏറ്റതുപോലെ തന്നെയാണ്. അവരുടെ പ്രതീക്ഷകളെല്ലാം, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുടെ പ്രതീക്ഷകൾ പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊരു താൽക്കാലികമായിട്ട് മാത്രമേ നിങ്ങൾ വിചാരിക്കാവുള്ളൂ എന്ന് മാത്രമേ എനിക്ക് ഇപ്പൊ പറയാനുള്ളൂ. കാരണം ഇതൊക്കെ ഒരു നല്ലൊരു തുടക്കത്തിന് വേണ്ടി തന്നെ ആകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഈ വർഷത്തേക്ക് അതൊരു പബ്ലിക് എക്സാം വരെ പോയി കഴിഞ്ഞാൽ അതൊരു പ്രശ്നം തന്നെയാണ്. നിങ്ങൾക്കൊരു തയ്യാറെടുപ്പ് ആവശ്യമായിരുന്നു. എന്ന് പറഞ്ഞാൽ ടഫ് എക്സാംസ്, ടഫ് ക്വസ്റ്റ്യൻസ് എക്സാമിന് വരും എന്നുള്ളൊരു മനോഭാവം നിങ്ങൾക്ക് കിട്ടിയായിരുന്നെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് പഠിക്കാം. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഏകദേശം 2000-നടുത്ത് ഹയർ സെക്കൻഡറി സ്കൂൾസ് ഉണ്ട്. ഇവിടെ ഇത്രയും കുട്ടികളിനുള്ളിൽ എത്ര പേർക്ക് ഇത് നന്നായിട്ട് എഴുതാൻ പറ്റും? ഇനി ഇത് എത്ര സ്കൂൾസുകളിൽ ഇത് പഠിപ്പിച്ചിട്ടുണ്ട് ഈ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ്? അതൊക്കെ നോക്കുമ്പോൾ ഒരിക്കലും എങ്ങും ഇല്ല എന്ന് തന്നെ പറയാം. പലയിടത്തും പഠിപ്പിച്ച് തീർത്തേക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസുകൾ മാത്രമാണ്. അപ്പൊ അത് വെച്ചുകൊണ്ട് ഈ കുട്ടികൾക്ക് 1 ടൈം പഠിച്ചതേ ഉള്ളൂ. 1 ടൈം. അത് എത്ര പേര് ക്ലാസ്സുകളിൽ പലപ്പോഴും ആബ്സെന്റ് ആയിട്ടുള്ളവരുണ്ടാവും, പിന്നെ പഠിക്കാത്തവർ, ഇങ്ങനെ പല രീതിയിൽ കൂടെ മിസ്സായവരുണ്ട്. ഇതൊക്കെ എങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസുകളെ അവർക്ക് നേരിടാൻ പറ്റും? അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ എന്തായാലും അവര് നന്നായിട്ട് വിഷമിച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് പറയുവാണ്. അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഇത് അവരുടെ മനോവീര്യം, മീൻസ് മനസ്സിന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ്, ഞാൻ 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിച്ചൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നുള്ളതൊക്കെ ഓർക്കുമ്പോൾ അവരുടെ ഒരു വിഷമം ഭയങ്കരമായിട്ട് ഇരട്ടിയായിട്ട് കൂടാൻ സാധ്യതയുണ്ട്. ഞാൻ ഇതിനകത്തെ ക്വസ്റ്റ്യൻസുകളെ ഒത്തിരി ഒന്നും വായിക്കുന്നില്ല. വായിക്കുമ്പോൾ ഓരോന്നും പറയാനുള്ളതുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയായിരുന്നു, പറ്റാതെന്ന് പറയാം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചിലർക്കൊക്കെ എഴുതാൻ പറ്റുന്ന 1-2 പാട്ടുണ്ട്. മൂന്നാമത്തെ വെൻഡയഗ്രമാണ്. വെൻഡയഗ്രം ആക്ച്വലി പല സ്കൂളുകളിലും നന്നായിട്ട് പഠിപ്പിച്ചുണ്ടോ എന്ന് തന്നെ സംശയമുണ്ട്. കാരണം അതുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയം, മീൻസ് ഡിലീറ്റഡ് ടോപ്പിക്സിൽ വരുന്നതായിരുന്നു, അതുണ്ടോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ ചിലപ്പോൾ പേടിച്ചു പോയി കാണും. ഇതൊക്കെ എന്തോ ക്വസ്റ്റ്യനാണ്, ഇതൊക്കെ ഞാൻ കണ്ടിട്ട് പോലില്ല. ശരി, x+6/x, x, y element of n, x less than 6. എക്സിന്റെ വാല്യൂ 6 താഴെയുള്ള നമ്പേഴ്സ് കൊടുക്കണം. 1, 2, 3, 4, 5. ഈ നമ്പേഴ്സുകൾ എക്സിന് കൊടുക്കുമ്പോൾ കിട്ടുന്ന വൈയുടെ വാല്യൂസുകളെ കണ്ടുപിടിച്ച് വേണം നമ്മൾ ഓഡേഡ് പെയർ ഉണ്ടാക്കാൻ. ചിലത് കിട്ടത്തില്ല, ചിലത് കിട്ടും. അങ്ങനെ ഇപ്പൊ 1 കൊടുക്കുമ്പോൾ തന്നെ 1 + 6/1 ആണ്. അപ്പൊ 1 + 6/1 എന്ന് പറയുമ്പോൾ 1 + 6 7 എന്ന് കിട്ടും. 1 7. അങ്ങനെ നമുക്ക് ഓരോ പെയറുകളെ കണ്ടുപിടിക്കണം. ചിലത് കിട്ടത്തില്ല, ചിലത് കൊടുക്കുമ്പോൾ നമുക്ക് ഫ്രാക്ഷൻ വരും, നമുക്ക് നാച്ചുറൽ നമ്പർ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് ഒരാൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലാവുന്ന, അല്ലാതെ സ്വയം മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട്? അതിനുള്ള ഒന്നും സമയമായിട്ടില്ലായിരുന്നു.
രണ്ടാമത്തേത് ക്വസ്റ്റ്യനുള്ളിൽ മൂന്നാമത്തെ പാർട്ട് കണ്ടപ്പോൾ വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് വിട്ട് കാണും, വലിയ കാര്യമില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, കോസ് 1 കോസ് 2 കോസ് 3 ഇടയ്ക്ക് ഒരു കോസ് 90 ഉണ്ട്. കോസ് 90യുടെ വാല്യൂ 0 ആണ്, അതുകൊണ്ട് അതിന്റെ പ്രോഡക്റ്റ് ഫുള്ള് 0 ആയിപ്പോകും. അപ്പൊ അങ്ങനെ പിന്നെ രണ്ടാമത്തെ പാർട്ട് എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതായിരുന്നു. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ അത് 3 പാർട്ടും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതായിരുന്നു. നാലാമത്തെ ക്വസ്റ്റ്യന്റെ 1, 2 2 പാർട്ട്, ആ 2 പാർട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനേ ഉള്ളായിരുന്നു. പിന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യനും വലിയ കുഴപ്പമില്ല. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതിന്റെ GP ക്വസ്റ്റ്യൻ ആണെന്നേ ഉള്ളൂ. നമ്മൾ അങ്ങനെ പഠിക്കാനുണ്ട്. തേർഡ് ടൈമിനെ തന്നിട്ട് ആദ്യത്തെ 5 പേരുടെ സം കണ്ടുപിടിക്കുക. ഇവിടെ കണ്ടോ, തേർഡ് ടൈമിനെ തന്നിട്ട് 5 പേരുടെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് GPയുടെ. അപ്പൊ അത് 4:5 എന്നേ ഉള്ളൂ. ഓക്കെ. പിന്നെ വിച്ച് ടൈം ഓഫ് ദ GP അത് പിന്നെ ഓക്കെ, വലിയ നമ്പർ ആണെന്നേ ഉള്ളൂ, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കാരണം ഇത്രയിനുള്ളിൽ ടഫായിട്ട് കാണുമ്പോൾ അതൊരു സിമ്പിളായിട്ട് തോന്നുന്നു അല്ലേ. അങ്ങനെയാ നമ്മൾ ടഫ് ക്വസ്റ്റ്യൻസുകളെ നേരിടുമ്പോഴേ നമ്മൾ ഇത്രയും കാലം ടഫായിക്കൊണ്ടിരുന്ന പ്രോബ്ലംസ് ഈസി ആവും. അപ്പൊ അങ്ങനെ ഇച്ചിരി മുന്നോട്ട് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസുകളെ നേരിടുമ്പോഴേ നമ്മളിപ്പോൾ വിചാരിച്ചുകൊണ്ടിരുന്ന ടഫ് ക്വസ്റ്റ്യൻസുകൾ ഈസി ആവത്തുള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് പഠിക്കുന്നതുകൊണ്ട് വലിയ പ്രയോജനം ഇല്ല എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പിന് തോന്നിയിട്ടുണ്ട്. അതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അതിന്റെ ഒരു ഇത് വെച്ചുകൊണ്ടാണ് അവര് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ മാറ്റിയെന്ന് തോന്നുന്നു. എന്തായാലും നമുക്കതിനെ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ അതൊക്കെ നിങ്ങളുടെ ഇതുപോലെ എന്തായാലും നല്ലൊരു തുടക്കമാകട്ടെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ വരട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിനനുസരിച്ച് കുട്ടികൾക്കുള്ള പ്രാക്ടീസ് കൊടുക്കുക, അതിന് രീതിയിൽ കൂടെ പഠിപ്പിക്കണം ക്ലാസ്സിൽ. പക്ഷെ അതിനുള്ള സമയമൊക്കെ ഉണ്ടോ എന്ന് എനിക്കും അറിയില്ല. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ കുഴപ്പമില്ല. സ്ലോപ്പ് ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ വിച്ച് ഡിനോട്ട് ഇന്റർസെക്ട് എക്സ് ആക്സിസ്. എക്സ് ആക്സിനെ മുട്ടാതെ പോവാന്ന് പറഞ്ഞാൽ അത് എക്സ് ആക്സിന് പാരലാവുക എന്നാണ്. അപ്പൊ എക്സ് ആക്സിന് പാരലാവുന്ന ലൈനിന്റെ സ്ലോപ്പ് എത്ര? 0 ആയ കേട്ടോ. കാരണം അത് എക്സ് ആക്സിനെ മുട്ടുമ്പോഴാണ് ആംഗിൾ 0 വെച്ചുകൊണ്ട് ടാൻ 0 ഉണ്ടോ. ഇവിടെ എക്സ് ആക്സിനെ മുട്ടുമ്പോൾ നമുക്ക് ഒരു ആംഗിൾ കിട്ടും. ഇപ്പൊ 45 ആണെങ്കിൽ ടാൻ 45. ഇവിടെ എക്സ് ആക്സിനെ മുട്ടുന്നില്ല, എക്സ് ആക്സിന് പാരലാവെന്ന് പറഞ്ഞാൽ എക്സ് ആക്സിനെ മുട്ടുന്നില്ല. എക്സ് ആക്സിനെ മുട്ടാത്തപ്പോൾ ആംഗിൾ എത്ര? 0. അപ്പൊ ടാൻ 0 എത്ര ആണ് മോനെ? 0. അങ്ങനെയാണ് സ്ലോപ്പ് നമുക്ക് 0 കിട്ടുന്നത് കേട്ടോ. വിച്ച് ഡു നോട്ട് ഇന്റർസെക്ട് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് എന്തുവാ? ദാറ്റ് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. ഓക്കെ. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് വേണ്ട റിവിഷൻ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് പുതിയ ക്വസ്റ്റ്യൻസുകളൊക്കെ ചെയ്തും പഴയ ക്വസ്റ്റ്യൻസുകളിൽ നിന്ന് എക്സാമിന് വരുന്നതിനെല്ലാം കൃത്യമായിട്ട് പറഞ്ഞുള്ള ക്ലാസ്സാണ്. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. റിവിഷൻ ക്ലാസ് ആണ്. പിന്നെ ആറാമത്തേലെ രണ്ടാമത്തെ പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ടൈപ്പാണ്. രണ്ടാമത്തെ പോയിന്റ്സുകളുടെ മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് നമ്മൾ എപ്പോഴും പറയാറുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ ഏഴാമത്തെ ക്വസ്റ്റ്യന് സർക്കിളും എലിപ്സും തമ്മിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതും പലരും വായിച്ചൊന്നും മനസ്സിലാക്കാനുള്ള ക്ഷമയൊന്നും സമയമൊന്നും അവിടെ ഇല്ലായിരുന്നു. അതാ മെയിൻ കാര്യം. രണ്ടാമത്തെ പാർട്ട് പിന്നെ പോയിട്ട് അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, അതിനപ്പുറത്ത് കൊണ്ടുപോയിട്ട് x² = -9y എന്നൊക്കെ ഒന്ന് ആക്കണം. അതേ ഉള്ളൂ കുഴപ്പം. പിന്നെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലുള്ളതല്ല, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിലെയാ. അത് നമ്മുടെ n × a⁻n−1 n × 2⁻n−1 = 18 അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. പിന്നെ രണ്ടാമത്തെ പാർട്ട് അതിൻ്റെ കുഴപ്പമില്ല, അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ അതും എല്ലാവരും ഒന്നും ചെയ്ത് കാണത്തില്ല. എയ്ക്കുള്ളിൽ എത്ര പേരുണ്ട്? അങ്ങനെയാണെങ്കിൽ അതിനുള്ളിൽ വിച്ച് കണ്ടെയ്ൻ സബ്സെറ്റ്സുകൾ എഴുതുക. അതിനുള്ളിൽ 2 പേരടങ്ങുന്നു. 5C2 എന്നൊക്കെ ഉള്ളൂ, 10 ആണ്. പക്ഷെ എത്ര പേർക്ക് അതൊക്കെ അറിയാമെന്നുള്ളതേ ഉള്ളൂ പ്രശ്നം. പിന്നെ രണ്ടാമത്തെ പാർട്ട് ഓക്കെ, അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാകും. 10ാമത്തെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അത് എത്ര പേര് ചെയ്തു എന്നുള്ളതാണ് ഒരു പ്രശ്നം. അത് ടെക്സ്റ്റ് ബുക്കിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു മാറ്റവും ഇല്ല. പിന്നെ സെക്കൻഡ് പാർട്ട് അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാനുള്ളതാണ്. അവിടെ കണ്ടോ, x<0 ൽ 1 - x എടുക്കണം, x = 0 ൽ 1 എടുക്കണം, x > 0 ൽ x+1 എടുക്കണം. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ കോംപ്ലക്സ് നമ്പർ 1 - i/1 + i ലൈസ് ഇൻ വിച്ച് ക്വാഡ്രന്റ്, അതിനെ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലാക്കിയ ശേഷം കിട്ടുന്ന പോയിന്റ് ചെയ്ത് എവിടെയാണെന്നുള്ളത് നോക്കിയാൽ മതി. അത് പിന്നെ പോട്ടെ. പിന്നെ അതിന്റെ രണ്ടാമത്തെ പാട്ട് Z1 Z2 വെച്ചോണ്ട് Z1 Z2 Z1 ബാർ, അതൊക്കെ സിംപ്ലിഫിക്കേഷനാ. പറയുമ്പോഴുണ്ടല്ലോ ഈസിയാന്ന് തോന്നും, പക്ഷെ ഇതിനകത്തൊരു 10% കുട്ടികൾ മാത്രമേ അതൊക്കെ നന്നായി ചെയ്യും. മറ്റുള്ളവരെല്ലാം വിടും. ഇതൊന്നും എനിക്കറിയത്തില്ല, ഞാൻ ചെയ്തിട്ട് പോലും ഇല്ല. ഈ ചെയ്യാത്ത പ്രോബ്ലംസുകളൊന്നും ഒരു പരുവത്തിൽ കുട്ടികളെ ചെയ്യത്തില്ല കേട്ടോ. പിന്നെ നല്ല കഴിവുള്ളവർ മാത്രമേ ഒരു പുതിയ ക്വസ്റ്റനോ മാറ്റം വന്ന ക്വസ്റ്റനോ അറ്റൻഡ് ചെയ്യത്തുള്ളൂ. അവൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നുള്ളത് സോൾവ് ദ ഇന്നിക്വാലിറ്റി. ആ ഇന്നിക്വാലിറ്റി നമുക്ക് ചെയ്യാനായിട്ട് ഡിനോട്ടിൽ x-3 വന്നേക്കുന്ന ക്വസ്റ്റനാ. അത് സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യേണ്ടതല്ല. പിന്നെ 13ാമത്തെ ക്വസ്റ്റ്യൻ n0 + n, അത് നമുക്ക് 2n എന്നുള്ളതിന്റെ ഫോർമുലയാണ്, അത് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. പിന്നെ അതിന്റെ 5ാമത്തെ 5th പവറുള്ള ഒരു ക്വസ്റ്റ്യൻ x2/x, അതും ടെക്സ്റ്റ് ബുക്കിലുള്ള, അതൊക്കെ വേണം ചെയ്യാം. 14ാമത്തെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചെയ്യാം.
15ാമത്തെ ക്വസ്റ്റ്യന് പക്ഷേ പലരും ചെയ്യാൻ സാധ്യത കുറവാണ്. 16ാമത്തേതും ഒക്ടന്റും ഒക്കെ കണ്ടുപിടിക്കാനാണ്. അതൊക്കെ കുഴപ്പമില്ല. പക്ഷേ അതിന്റെ 2ാമത്തെ പാർട്ട് 3ാമത്തെ പാർട്ട് ഒന്ന് വായിച്ചാൽ ചിലപ്പോൾ കുട്ടികൾക്കൊന്നും മനസ്സിലാവാനുള്ള സാധ്യത കുറവാണ്. അത്രയേ ഉള്ളൂ പ്രശ്നം. പിന്നെ 17ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടാണ് ഏറ്റവും കോമഡി എന്നൊക്കെ പറയാം. അതൊക്കെ കണ്ടിട്ട് എത്ര പേര് ചെയ്ത് കാണും. അതിൻ്റെ ട്രിഗണോമെട്രി എന്ന് പറയുന്നതേ പല കുട്ടികൾക്കും വളരെ ടഫായിട്ടാണ് തോന്നിയിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കോസ് എക്സ് ബൈ ടു സബ് മൾട്ടിപ്പിൾ ആംഗിൾ, പിന്നെ പ്രൂവ് ദാറ്റ് കോസ് 24 കോസ് ഉള്ള ഡിഗ്രി ഒന്നും പഠിച്ചിട്ടില്ല. 30, 45, 60 പോലും അറിയാൻ വയ്യാത്തടത്ത് 55, 125, 204 ഒക്കെ ഇട്ടേന്ന്. ആ കോസ് 204 എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കോസ് 180 പ്ലസ് 24 ഇട്ട് ചെയ്യുമ്പോൾ മൈനസ് കോസ് 24 വന്ന് ആദ്യത്തെ പ്ലസ് കോസ് 24 ഇട്ടൊക്കെ വെട്ടിപ്പോകും. നമ്മുടെ റിഡക്ഷൻ ഫോർമുലയൊക്കെ അപ്ലൈ ഉണ്ട്. പക്ഷെ ഇതൊക്കെ എത്ര പേർക്ക് അറിയാം? പിന്നെ 3ാമത്തെ പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്, അത് ഓക്കെയാണ്. പിന്നെ 18ാമത്തെ ക്വസ്റ്റ്യൻ അതെല്ലാം അതും ടെക്സ്റ്റ് ബുക്കിലെ അതേപടിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതും സെക്കൻഡ് പാർട്ട് ഓക്കെയാണ്. 3 അത് ഓക്കെ, ആ 6 മാർക്സ് അത് കിട്ടും കേട്ടോ. പിന്നുള്ള 19ാമത്തെ ക്വസ്റ്റ്യനുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഹൈപ്പർബോളയല്ല, 36 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ അവിടെ 5/36 എന്ന് വരുന്നുണ്ട്. അപ്പൊ അത് 36/5 എന്നൊക്കെ ആക്കിയിട്ട് വേണം ചെയ്യാൻ. അവിടെ കുട്ടികൾക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. പിന്നെ 2ാമത്തെ പാർട്ട് എന്തായാലും അതിൻ്റെയും പ്രോബ്ലം ആയി കാണും. പിന്നെ 20ാമത്തെ ക്വസ്റ്റ്യന് എനിക്കൊന്ന് +2-കാർക്ക് പോലും പലർക്കും അറിയാൻ വയ്യാത്ത a/x⁴ - b/x² പ്ലസ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ്സിനെ കണ്ടുപിടിക്കുക. അതൊക്കെ ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്ററിൽ എത്തിച്ച ശേഷം എക്സ്റേഷൻ അപ്ലൈ ചെയ്യേണ്ടതാണ്. പിന്നെ 2ാമത്തെ പാർട്ട് ഓക്കെ കോഷ്യന്റ് റൂൾ ആണ്. 3ാമത്തെ പാർട്ട് പ്രോഡക്റ്റ് റൂൾ ആണ്. വേണമെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് വേണമെങ്കിൽ അതും ചെയ്യാം. പിന്നെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഇതിനകത്ത് വന്നിട്ടില്ല എന്നുള്ള ഒരു കാര്യങ്ങളുണ്ട്. എല്ലാ വർഷങ്ങളും ഫസ്റ്റ് പ്രിൻസിപ്പിൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഓവറോൾ നമുക്ക് നോക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ളതല്ലാതെ ഒരാൾക്കും ഒരു സന്തോഷവും ഇല്ല. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണോ എന്ന് നമുക്ക് നന്നായിട്ട് എഴുതിയെന്ന് പറയാനുള്ള രീതി കൂടെ വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ ഉടനെ അതിൻ്റെ കയറി വിഷമിക്കേണ്ട. പബ്ലിക് എക്സാമിനൊന്നും ഇത്രയും ടഫാവാൻ സാധ്യതയില്ല. കാരണം നിങ്ങളെ അങ്ങനെ പരീക്ഷിക്കാൻ അവർ തയ്യാറൊന്നുമല്ല. പിന്നെ ഇതൊരു പറ്റുന്നുള്ളത് കൊണ്ട് ഒരു ക്രിസ്മസ് എക്സാം അല്ലയോ, കുട്ടികളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മെനക്കെടുത്ത് അല്ല ഈസി ആണെന്ന് വിചാരിക്കണ്ട എന്നുള്ളതൊന്ന് ഓർമ്മപ്പെടുത്തുന്നു മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അപ്പൊ എന്തായാലും ഈ ക്വസ്റ്റ്യനെ ഓർത്തുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. ഇതൊക്കെ ഇനി നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനുള്ള അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടി എന്തായാലും കാണുക. എന്തായാലും കുട്ടികൾക്കെല്ലാം വിഷമം അത് ഉണ്ടായി കഴിഞ്ഞു. എന്തായാലും അത് ഉടനെ അങ്ങ് മാറുന്നതല്ല. എന്നാലും നിങ്ങൾ അതിൽ നിന്ന് റിക്കവറായിട്ട് പഠിക്കാൻ തുടങ്ങിക്കോ, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അല്ല വേറെ ഒന്നുമില്ല. ഇതിനെക്കുറിച്ചുള്ള ബാക്കി ക്വസ്റ്റ്യൻസുകളൊക്കെ ഇതിനകത്തുള്ളത് ഞാൻ ടഫായിട്ടുള്ളതെല്ലാം നമ്മൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. എല്ലാവരും നമ്മുടെ ചാനൽ മാക്സിമം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.